പുനർജനി ഹെയർ ആൻഡ് ബ്യൂട്ടി ടിപ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇടതൂർന്ന നല്ല കറുത്ത മുടിക്കായിട്ട് നമ്മൾ ചെമ്പരത്തി ജെല്ലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ചെമ്പരത്തി ജെൽ ഉണ്ടാക്കാനായിട്ട് നമ്മൾ 3 ഇൻഗ്രീഡിയൻ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് കാണാം. അതിനായിട്ട് നമ്മൾ ഒരു പിടി ചെമ്പരത്തിയും അതുപോലെ തന്നെ ഒരു തണ്ട് കറ്റാർവാഴയുമാണ് എടുത്തിട്ടുള്ളത്. കറ്റാർവാഴ എടുക്കുമ്പോൾ ചെമ്പരത്തിയുടെ ജെല്ല് ഉണ്ടാക്കാൻ പോകുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് അത് മുറിച്ച് വെച്ചിരിക്കണം. അതിൻ്റെ ഒരു മഞ്ഞ ലിക്വിഡ് പോയതിന് ശേഷം മാത്രം വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് എടുക്കാൻ. ഇനി ചെമ്പരത്തിയൊക്കെ നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം കറ്റാർവാഴയുടെ ജെല്ല് മാത്രം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം ചെമ്പരത്തിയും കറ്റാർവാഴയുടെ ജെല്ലും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതൊന്ന് നല്ലതുപോലെ തിളയ്ക്കുമ്പോൾ അതിൻ്റെ കളറൊക്കെ നല്ലതുപോലെ ഒന്ന് മാറി തുടങ്ങും. കാരണം ഈ ചെമ്പരത്തി പൂവിൻ്റെ ആ കളറൊക്കെ ആ വെള്ളത്തിലേക്ക് പിടിക്കുന്നു. ഇനി മുഴുവൻ കളറും അതിൽ പിടിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ച് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമ്മളൊരു അരിപ്പ് ഉപയോഗിച്ചിട്ട് ചെമ്പരത്തിയുടെ പൂവും കറ്റാർവാഴയുടെ ജെല്ലും കൂടിയിട്ട് അരിച്ചെടുത്ത് നമുക്ക് കിട്ടിയതാണ് ഈ വെള്ളം. നല്ല ഡാർക്ക് കളറിൽ നമുക്ക് ഈ വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ജെല്ലാക്കി എങ്ങനെ മാറ്റാമെന്ന് കാണാം. അതിനായിട്ട് ഞാൻ കുറച്ച് ഫ്ലാക്സ് സീഡാണ് എടുത്തിട്ടുള്ളത്. ഫ്ലാക്സ് സീഡ് ജെല്ല് മുടിക്ക് ഉപയോഗിക്കുന്നതിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇപ്പോൾ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫ്ലാക്സ് സീഡ് ഇതിലേക്ക് ഇട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഫ്ലാക്സ് സീഡ് ചൂടായിട്ട് തിളയ്ക്കുമ്പോൾ ഈ വിത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ജെല്ല് പുറത്തേക്ക് വരുന്നു. ഇത് ഇളക്കുമ്പോൾ തന്നെ നമുക്ക് ജെല്ല് രൂപത്തിലേക്ക് ഇത് മാറുന്നതായിട്ട് അറിയാൻ പറ്റും. ആ നേരത്ത് നമ്മൾ തീ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ചൂടോടുകൂടി തന്നെ ഇത് ഒരു അരിപ്പ് വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ അതിൻ്റെ ജെല്ല് മാത്രം അരിച്ചെടുക്കണം. ചൂടാറിയിട്ട് നമ്മൾ അരിച്ചെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആ ജെല്ലും ഫ്ലാക്സ് സീഡിൻ്റെ വിത്തും കൂടിയിട്ട് നമുക്ക് വേർതിരിച്ചെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ നമുക്ക് കിട്ടിയ ഈ ജെല്ലിലേക്ക് നമ്മൾ മുന്നേ എടുത്ത് വെച്ചിരിക്കുന്ന ചെമ്പരത്തിയുടെയും കറ്റാർവാഴയുടെയും വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സാക്കി എടുക്കണം. ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ആ ചെമ്പരത്തി ജെൽ റെഡി ആയി കഴിഞ്ഞു. ഇനി കുറച്ച് നേരം ഇത് പുറത്ത് വെച്ച് ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് കുറച്ചുകൂടി കട്ടിയിലാണ് കിട്ടേണ്ടതെങ്കിൽ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് നമ്മൾ തിളപ്പിക്കുന്ന സമയത്ത് കുറച്ചുകൂടി കൂടുതലിട്ടാൽ മതി. ഇനി നമുക്കിത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മളെല്ലാ വീഡിയോസിലും പറയുന്ന പോലെ മുടിയെല്ലാം നല്ലതുപോലെ കെട്ടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം മാത്രം എന്തും മുടിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇനി ജെല്ല് കുറേശ്ശെയായിട്ട് എടുത്തിട്ട് നമുക്ക് മുടിയിൽ മുഴുവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ജെല്ല് മുടി മുഴുവനായിട്ട് അപ്ലൈ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം മുടിക്ക് നല്ല കറുപ്പും നല്ല സോഫ്റ്റ്നെസ്സും കിട്ടാനായിട്ട് ഈ ജെല്ല് നമ്മളെ സഹായിക്കുന്നുണ്ട്. പണ്ട് കാലം മുതൽ തന്നെ നമ്മൾ ചെമ്പരത്തിയുടെ പൂവായാലും ഇലയായാലും നമ്മൾ മുടിയുടെ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നാച്ചുറലായിട്ട് നമുക്ക് മുടിയെ ഏറ്റവും നല്ല രീതിയിൽ സംരക്ഷിക്കാൻ പറ്റുന്ന 2 സാധനങ്ങളാണ് ചെമ്പരത്തിയുടെ പൂവും ഇലയും. അതുപോലെ നമ്മളിതിൽ ചേർത്തിട്ടുള്ള കറ്റാർവാഴ മുടി വളർച്ചയ്ക്കും മുടി നല്ലതുപോലെ സിൽക്കി ആകാനുമൊക്കെ സഹായിക്കുന്നുണ്ട്. പിന്നീട് നമ്മളിതിൽ ഫ്ലാക്സ് സീഡാണ് ചേർത്തിട്ടുള്ളത്. ഇത് കൊഴിഞ്ഞു പോയെടുത്ത് പുതിയ മുടികൾ കിളിർത്ത് വരുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പെല്ലാം നല്ലതുപോലെ ക്ലീൻ ആക്കി എടുക്കുന്നതിനും ഒക്കെ സഹായിക്കുന്നുണ്ട്. ഇങ്ങനെ അപ്ലൈ ചെയ്ത് നല്ലൊരു മസാജ് കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ നമ്മൾ തലയിൽ വെച്ചിട്ട് ഇത് സാധാരണ വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാം. ഷാമ്പൂ ഒന്നും ഉപയോഗിച്ചില്ലെങ്കിലും യാതൊരു പ്രശ്നവുമില്ല. ഇനി തണുപ്പ് തീരെ തലയ്ക്ക് പറ്റാത്തവരാണെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ തലയിൽ വെച്ചാൽ മതി. കാരണം ഇത് എല്ലാം നല്ല തണുപ്പുള്ള സാധനങ്ങളാണ്. ആഴ്ചയിൽ 2-3 തവണ നിങ്ങൾക്ക് ഈ ജെല്ല് ഉപയോഗിക്കാവുന്നതാണ്. മുടിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഈ ജെല്ല് നിങ്ങൾ തീർച്ചയായും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഇതിൻ്റെ റിസൾട്ട് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്